നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കേരളത്തിന്റെ അഭിമാനവും വീര്യവും നിറഞ്ഞ ചരിത്രമാണ് തിരുനാവായ മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ നടന്ന ഈ മാമാങ്കത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. ചരിത്ര പശ്ചാത്തലം. തുടക്കത്തിൽ വള്ളുവക്കോനാതിരിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന ഈ ഉത്സവം പിന്നീട് സാമൂതിരി പിടിച്ചെടുക്കുകയായിരുന്നു. ഇതോടെയാണ് ചാവേറുകൾ എന്ന പോരാളികളുടെ ഉദയം സംഭവിക്കുന്നത്. നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാൻ വള്ളുവനാട്ടിലെ ധീരരായ യുവാക്കൾ സാമൂതിരിയെ വധിക്കാൻ ലക്ഷ്യമിട്ട് മാമാങ്കത്തിനെത്തി. ചാവേറുകളുടെ പോരാട്ടം മാമാങ്കത്തിലെ ഏറ്റവും വൈകാരികമായ ഭാഗമാണിത്. മരണമുറപ്പിച്ചാണ് ഓരോ ചാവേറും ഇറങ്ങിത്തിരിക്കുന്നത്. സാമൂതിരിയുടെ 10,000-കണക്കിന് വരുന്ന സൈന്യത്തെ ഭേദിച്ച് നിലപാട് തറയിൽ നിൽക്കുന്ന രാജാവിനെ വധിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പരാജയപ്പെടുമെന്നുറപ്പാണെങ്കിലും വള്ളുവനാടിന്റെ മാനം രക്ഷിക്കാൻ അവർ ജീവൻ ബലി നൽകി. ഇതിനായി മരുന്നുകുളം പോലുള്ള സ്ഥലങ്ങളിൽ അവർ പ്രത്യേക ആചാരങ്ങൾ നടത്തിയിരുന്നു. സാംസ്കാരികവും സാമ്പത്തികവും. യുദ്ധം മാത്രമല്ല, മാമാങ്കം ഒരു വലിയ സാംസ്കാരിക വിനിമയ വേദി കൂടിയായിരുന്നു. വ്യാപാരം. അറബികളും ചൈനക്കാരും മറ്റ് വിദേശ കച്ചവടക്കാരും സുഗന്ധവ്യഞ്ജനങ്ങൾക്കായി ഇവിടെ എത്തിയിരുന്നു. കലകൾ. തായമ്പക, കളരിപ്പയറ്റ് തുടങ്ങിയ കലാരൂപങ്ങളുടെ വലിയൊരു പ്രദർശനവേദി കൂടിയായിരുന്നു ഇത്. അവസാന മാമാങ്കം. 1755-ലാണ് അവസാനത്തെ മാമാങ്കം നടന്നത്. പിൽക്കാലത്ത് മൈസൂർ അധിനിവേശത്തോടെ ഈ ആചാരം അവസാനിച്ചു. ഇന്നും തിരുനാവായയിൽ നിലപാട് തറയും ചാവേറുകളുടെ സ്മരണ ഉണർത്തുന്ന മരുന്നുകുളവും ചരിത്ര സ്മാരകങ്ങളായി സംരക്ഷിക്കപ്പെടുന്നു. ഈ വിഷയത്തിൽ